ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 6th ഇംഗ്ലീഷ് ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നമ്മൾ യൂണിറ്റ് 2 ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 2 ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് ചെയ്തു കഴിഞ്ഞു. എയ്റോപ്ലെയിൻ എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എയ്റോപ്ലെയിൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ദ എയ്റോപ്ലെയിൻ ജീനി കിർബിയുടെ ആണ് പോയട്രി. ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ അപ്പ് ഇൻ ദ സ്കൈ സീംസ് ലൈക്ക് എ ജയന്റ് ലാർക്ക് സോറിംഗ് ഓൺ ഹൈ. See on its outspread wing flashes the light. There sits the pilot brave guiding its flight. ഒരു എയ്റോപ്ലെയിൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു വലിയ ജയന്റ് ലാർക്ക്, വലിയൊരു പക്ഷീനെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെയാണ് തോന്നുന്നത്. ഉയരത്തിൽ പറക്കുകയാണ്. അതിൽ ആരുണ്ട്? ഒരു പൈലറ്റ് ഉണ്ട്. ഈ ഫ്ലൈറ്റ് ഗൈഡ് ചെയ്യണത് പൈലറ്റാണ്. ഹാർക്ക് വാട്ട് എ വേറിംഗ് സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. Purr of the engine its only note. Now high and higher yet upward it goes, till but a tiny speck gainst heaven it shows. Oh, here it is again, big as before, gracefully gliding down to earth once more. മേലോട്ട് പറഞ്ഞ് പതുക്കെ താഴോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് റീഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ എയ്റോപ്ലെയിൻ ഇൻ ദ പോയം കമ്പയർഡ് ടു? The aeroplane is compared to a giant lark soaring high in the sky. Next question. Why is the pilot described as brave? The pilot is described as brave because they are guiding the flight of the aeroplane, which requires courage and skill. What happens when the aeroplane goes higher and higher? As the aeroplane goes higher, it reaches a tiny speck in the sky that shows against heaven, implying it is very high up. Next question. How does the aeroplane come back to the ground? The aeroplane comes back to the ground gracefully, gliding down to earth. ഇതാണ് നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് ദ ലൈൻസ് ദാറ്റ് ടെൽ us about how the aeroplane moves. ഫോർ എക്സാമ്പിൾ, സോറിംഗ് ഓൺ ഹൈ. എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന ലൈനുകളാണ്. ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്, സോറിംഗ് ഓൺ ഹൈ. നെക്സ്റ്റ്, അപ്വാർഡ് ഇറ്റ് ഗോസ്, ഗൈൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്, ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിംഗ് ഡൗൺ. ഈ 3 എണ്ണമാണ്. Next activity, reading the following stanza. Look at the aeroplane up in the sky. Seems like a giant lark soaring on high. Here the aeroplane is compared to a lark. ഇവിടെ എയ്റോപ്ലെയിനെ ലാർക്കുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. What other features of a bird can you see in the aeroplane in the poem? അപ്പോൾ ബേർഡിൻ്റെ, ഒരു ബേർഡാണ് ഈ ലാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേർഡിൻ്റെ ഏതൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് എയ്റോപ്ലെയിൻ എന്ന പോയത്തിൽ കാണാൻ പറ്റുന്നത്? Soars upwards, has wings like a bird, flies high in the sky, make a whirring sound, glides smoothly through the air, moves with speed. അടുത്ത ആക്ടിവിറ്റി ആണ്, തേർഡ് ആക്ടിവിറ്റി. ദ പോയം ഗീവ്സ് എ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻ എയ്റോപ്ലെയിൻ. യൂസ് ദ ഫോളോവിങ് ഹിൻസ് ടു റൈറ്റ് അബൌട്ട് ദ എയ്റോപ്ലെയിൻ ഇൻ യുവർ വേർഡ്സ്. അപ്പോൾ ഇവിടെ എയ്റോപ്ലെയിനിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഹിൻഡ് വെച്ചിട്ട് നിങ്ങളോട് എയ്റോപ്ലെയിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്കിംഗ് ലൈക്ക് എ ജയന്റ് ലാർക്ക്, ദ പൈലറ്റ് ഗൈഡിങ് ദി പ്ലെയിൻ, purr of the engine, flying very high, gliding down to earth. The aeroplane looks like a giant lark soaring high in the sky. The brave pilot guides skillfully. The engine makes a whirring sound, purr. As it flies higher and higher, it reaches great heights until it appears as a tiny speck in the sky. Finally, it gracefully glides down to the earth again. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്. 4 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉള്ള ചാപ്റ്ററാണ്. നമുക്ക് ഇനിയൊരു ചാപ്റ്ററും കൂടി ഈ യൂണിറ്റിൽ ബാക്കിയുണ്ട്. നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ചെയ്യുക, ദെൻ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.